മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിന് അയൽവാസിയായ മധ്യവയസ്കനെ കഴുത്തറത്ത് കൊലപ്പെടുത്തി. തിരുവനന്തപുരം കാരേറ്റ് പേടിക്കുളത്താണ് സംഭവം. പേടിക്കുളം സ്വദേശി ബാബുവിനെയാണ് കൊലപ്പെടുത്തിയത്. അയൽവാസി സുനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വീടിന് മുന്നിൽ സുനിൽകുമാർ മദ്യപിച്ച് ബഹളം വെച്ചത് ബാബു ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായ സുനിൽകുമാർ ആയുധം ഉപയോഗിച്ച് ബാബുവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഒരു പെട്ടെന്നുള്ള പ്രകോപനമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതോ കരുതിക്കുട്ടിയുള്ള ആക്രമണം എന്നാണോ പോലീസ് പറയുന്നത്? ടോം, ഈ പ്രതിയായ സുനിൽകുമാർ എന്ന വ്യക്തി ഈ പ്രദേശത്ത് സ്ഥിരമായി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ബാബുവിന്റെ വീടിന് മുന്നിൽ ബഹളം വെച്ച് തുടങ്ങിയത്. ഈ ബാബുവിന്റെ അയൽവാസി കൂടിയാണ് സുനിൽ. ബഹളം അധികമായതോടുകൂടി ബാബു ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത് കയ്യേറ്റത്തിലേക്കും എത്തുകയായിരുന്നു. തുടർന്നാണ് കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ബാബുവിന്റെ കഴുത്തിൽ അറുത്തത്. നാട്ടുകാർ അപ്പോഴേക്കും ബഹളം കേട്ട് ഓടിയെത്തി രക്തത്തിൽ കുളിച്ചു കിടന്ന ബാബുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും മദ്യപിച്ച് വീടിന് മുന്നിൽ ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ ബാബുവിനെ സുനിൽകുമാർ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പിടിവലിക്കിടയിൽ സുനിൽകുമാറിന്റെ തലയ്ക്കും പരിക്കേറ്റിരുന്നു. ഇന്നലെ രാത്രി തന്നെ പോലീസ് സുനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ്. ടോം, അഭിലാഷ്, ഒരു നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനാണ് ഈ സുനിൽകുമാർ എന്ന് പോലീസും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ പ്രതി? ടോം, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി എന്നുള്ളതല്ല, പക്ഷേ ഇദ്ദേഹം തികഞ്ഞൊരു മദ്യപാനിയാണ്. മദ്യപിച്ച് റോഡിലും പ്രദേശത്ത് ഉള്ളവരുമായും ബഹളമുണ്ടാക്കുന്നതും ഇത്തരത്തിൽ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതും പതിവാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഇക്കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇന്നലെ രാത്രിയിലും സംഭവിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് അല്പം കടന്ന കൈയിലേക്ക് പോയി എന്ന് പറയാം. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണമൊക്കെ സുനിൽകുമാർ നേരത്തെ നടത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അപ്രതീക്ഷിതമായി തന്നെയാണ്. നിലവില് ഈ കേസിൽ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്? വാക്കുതർക്കത്തിനിടെ നടന്ന കൊലപാതകമാണോ, അതോ ഈ സംഭവത്തിന് ശേഷം വാക്കുതർക്കത്തിന് ശേഷം പിന്നീട് കരുതിക്കൂട്ടി ബാബുവിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സുനിൽകുമാർ എത്തി കൃത്യം നടത്തുകയായിരുന്നുവെന്നാണോ ലഭ്യമാകുന്ന വിവരം? ആദ്യം 7 മണിയോട് കൂടിയാണ് സുനിൽകുമാർ ബാബുവിന്റെ വീടിന്റെ സമീപത്തെത്തുന്നത്. അവിടെ നിന്നും ഏറെ നേരം ബഹളം വെച്ചു. ആ സമയത്താണ് ബാബു സുനിൽകുമാറിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ ഇവർ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. അതിനുശേഷം സുനിൽകുമാർ മടങ്ങിയതിനു ശേഷം തിരികെ എത്തിയാണ് ഈ ആയുധവുമായി എത്തി കഴുത്തിലേക്ക് വെട്ടിയത്. ഇത് നാട്ടുകാർ, ദൃക്സാക്ഷികളായി ആരും തന്നെ ഇല്ലെങ്കിലും സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ അവിടെ എത്തിയിരുന്നു. ഈ നാട്ടുകാർ തന്നെയാണ് ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. സുനിൽകുമാറിനെയും നാട്ടുകാർ തടഞ്ഞു വെച്ചാണ് പോലീസിന് കൈമാറിയത്. വ്യക്തമാണ്. അഭിലാഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനാണ് അയൽവാസിയായ മധ്യവയസ്കനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്.